പ്രമുഖ കോൺഗ്രസ് നേതാവും കേരള മുഖ്യമന്ത്രിയുമായ വി.ഡി. സതീശന്റെ ചിന്തകളും പ്രഭാഷണങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയ ആദം നീ എവിടെയാകുന്നു എന്ന പുസ്തകം സാംസ്കാരിക രാഷ്ട്രീയ കേരളത്തിൽ വലിയൊരു ചർച്ചാവിഷയമായി മാറിയിരിക്കുകയാണ്. വിവിധ ക്രൈസ്തവ സഭകളുടെ ഉന്നത സമ്മേളനങ്ങളിലും സാംസ്കാരിക വേദികളിലും അദ്ദേഹം നടത്തിയ ശ്രദ്ധേയവും ചരിത്രപരവുമായ പ്രസംഗങ്ങളുടെ സമാഹാരമാണ് ഈ ഗ്രന്ഥം. കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനകൾക്കപ്പുറം ആഴത്തിലുള്ള ദാർശനിക വശങ്ങളും മാനവികതയുടെ കാതലായ ചിന്തകളും പങ്കുവയ്ക്കുന്ന ഈ പുസ്തകം മലയാള വിപണിയിൽ വൻ വിജയമായി കുതിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കളുടെ പുസ്തകങ്ങൾക്ക് സാധാരണയായി ലഭിക്കാറുള്ള സ്വീകാര്യതയിൽ നിന്നും തികച്ചും വ്യത്യസ്തവും അസാധാരണവുമായ മുന്നേറ്റമാണ് ആദം നീ എവിടെയാകുന്നു എന്ന കൃതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പ്രമുഖ പ്രസാധകരായ DC ബുക്സ് 2026 മെയ് 9 ഈ പുസ്തകം വായനക്കാർക്ക് മുന്നിൽ എത്തിച്ചത്. പുറത്തിറങ്ങി ചുരുങ്ങിയ നാളുകൾക്കകം തന്നെ 10,000 കോപ്പികൾ എന്ന നാഴികക്കല്ല് ഈ പുസ്തകം പിന്നിട്ട് കഴിഞ്ഞു. നിലവിൽ 13,000-ഓളം കോപ്പികളുടെ റെക്കോർഡ് വിൽപ്പനയുമായി വിപണിയിൽ വൻ കുതിപ്പാണ് പുസ്തകം നടത്തുന്നത്. കേരളത്തിൽ ഉടനീളമുള്ള DC ബുക്സിന്റെ ഔദ്യോഗിക ഔട്ട്ലെറ്റുകളിലൂടെ മാത്രം ഓരോ ദിവസവും ശരാശരി 250-ഓളം പുസ്തകങ്ങളാണ് വായനക്കാരുടെ കൈകളിലേക്ക് എത്തുന്നതെന്ന് പ്രസാധകർ വ്യക്തമാക്കുന്നു. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം സാംസ്കാരിക ലോകവും പൊതുസമൂഹവും ഈ പുസ്തകത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് ഈ വിൽപ്പന കണക്കുകൾ. ഈ പുസ്തകത്തിന്റെ വിജയത്തിലെ ഏറ്റവും കൗതുകരവും അസാധാരണവുമായ വസ്തുത ഇതുവരെ ഇതിന്റെ ഒരൊറ്റ ഔദ്യോഗിക പ്രകാശന ചടങ്ങ് പോലും നടന്നിട്ടില്ല എന്നതാണ്. സാധാരണയായി പ്രമുഖ വ്യക്തികളുടെയോ രാഷ്ട്രീയ നേതാക്കളുടെ പുസ്തകങ്ങൾ വിപണിയിൽ ഇറങ്ങുന്നതിന് മുൻപായി വലിയ ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട്. പ്രമുഖ വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഇത്തരം ചടങ്ങുകളിലൂടെയാണ് പുസ്തകങ്ങൾക്ക് വലിയ വാർത്താ പ്രാധാന്യവും പ്രചാരണവും ലഭിക്കുന്നത്. എന്നാൽ വി.ഡി. സതീശന്റെ ഔദ്യോഗികവും ഭരണപരവുമായ തിരക്കുകൾ കാരണം ആദം നീ എവിടെയാകുന്നു എന്ന പുസ്തകത്തിന് അങ്ങനെ ഒരു പ്രകാശന ചടങ്ങ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. യാതൊരുവിധ പരസ്യ പ്രചാരണങ്ങളോ വലിയ സാംസ്കാരിക കൂട്ടായ്മകളോ ഇല്ലാതെ തന്നെ വായനക്കാർ പുസ്തകശാലകളിൽ സ്വയം തേടിപ്പിടിച്ചെത്തി ഈ ഗ്രന്ഥം വാങ്ങുന്ന അസാധാരണമായ കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. വായനക്കാർക്കിടയിൽ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പരസ്പരം പങ്കുവയ്ക്കപ്പെട്ട നല്ല അഭിപ്രായങ്ങളാണ് ഇതിന്റെ ജനപ്രീതി ഇത്രയധികം ഉയരാൻ പ്രധാന കാരണം. കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകളുടെ ചരിത്ര പശ്ചാത്തലവും അവ കേരളീയ സമൂഹത്തിന്റെ നവോത്ഥാനത്തിനും വികസനത്തിനും നൽകിയ വലിയ സംഭാവനകളും വി.ഡി. സതീശൻ തന്റെ പ്രസംഗത്തിലൂടെ കൃത്യമായി അടയാളപ്പെടുത്തുന്നു. ബൈബിൾ സൂക്തങ്ങളെയും മനുഷ്യത്വത്തിന്റെ കാതലായ വശങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങൾ കേവലം രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കപ്പുറം വലിയൊരു തത്വചിന്താപരമായ വായനയാണ് സമ്മാനിക്കുന്നത്. പുസ്തകത്തിന്റെ തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മനുഷ്യന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളെയും അസ്തിത്വത്തെയും കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉന്നയിക്കപ്പെടുന്നത്. ദൈവശാസ്ത്രത്തെയും സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ശൈലിയും ഇതിൽ കാണാം. അധികാര രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യർ തമ്മിൽ പുലർത്തേണ്ട സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും പുസ്തകം ഗൗരവമായി സംസാരിക്കുന്നു. വലിയ തിരക്കുകൾക്കിടയിലും വി.ഡി. സതീശൻ പുലർത്തുന്ന വിപുലമായ വായനാശീലവും വിജ്ഞാനവും പുസ്തകത്തിലെ ഓരോ വരികളിലൂടെയും പ്രകടമാണ്. ചരിത്രവും തത്വചിന്തയും സമകാലിക രാഷ്ട്രീയവും ഇതിൽ മനോഹരമായി കോർത്തിണക്കിയിരിക്കുന്നു. സമകാലീന ഇന്ത്യ നേരിടുന്ന വലിയ വെല്ലുവിളികളെ ക്രൈസ്തവ ദർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുന്ന രീതിയാണ് പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. രാജ്യം നേരിടുന്ന വൈവിധ്യമാർന്ന സാമൂഹിക പ്രശ്നങ്ങൾ, ജനാധിപത്യ മൂല്യങ്ങളുടെ തകർച്ച, സഹിഷ്ണുതയില്ലായ്മ എന്നിവയെല്ലാം പുസ്തകത്തിൽ ചർച്ചയാകുന്നുണ്ട്. സമൂഹത്തിൽ മതസൗഹാർദ്ദവും പരസ്പര വിശ്വാസവും നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പുസ്തകം വളരെ ഗൗരവമായി സംസാരിക്കുന്നു. വിഭാഗീയതർക്കും വർഗീയ ചിന്തകൾക്കുമെതിരെ നിലകൊള്ളുന്നത് എങ്ങനെയാണ് ക്രൈസ്തവ മൂല്യങ്ങളെ മുൻനിർത്തിയെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ കേവലം ഒരു മതവിഭാഗത്തിന്റെ വേദികളിൽ പറഞ്ഞ കാര്യങ്ങൾ എന്നതിലുപരി മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്ന ഏതൊരു മതേതര വായനക്കാരനെയും ചിന്തിപ്പിക്കുന്ന ഒന്നായി ഈ പുസ്തകം മാറുന്നുണ്ട്. മലയാള പതിപ്പ് വിപണിയിൽ സൃഷ്ടിച്ച അത്ഭുതപൂർവമായ ജനപ്രീതിയും തരംഗവും കണക്കിലെടുത്ത് ഈ പുസ്തകം അന്താരാഷ്ട്ര തലത്തിലുള്ള വായനക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ പൂർത്തിയായി കഴിഞ്ഞു. പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ വരും ദിവസങ്ങളിൽ പുറത്തിറങ്ങുമെന്നാണ് സാംസ്കാരിക ലോകത്തു നിന്നും ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ. പ്രശസ്ത പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയായ റൌഫ് റൂമിയാണ് വി.ഡി. സതീശന്റെ ചിന്തകളും പ്രസംഗങ്ങളും കോർത്തിണക്കിയ ഈ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നത്. ക്രൈസ്തവ ദർശനങ്ങളെയും സമകാലീന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള നിരീക്ഷണങ്ങൾ ഇംഗ്ലീഷ് പതിപ്പിലൂടെ ദേശീയ അന്തർദേശീയ തലത്തിലുള്ള വായനക്കാരിലേക്ക് എത്തിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. റൌഫ് റൂമിയുടെ മനോഹരമായ ഭാഷാശൈലി കൂടി ചേരുമ്പോൾ ഇംഗ്ലീഷ് പതിപ്പും വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രസാധകരും സാംസ്കാരിക ലോകവും ഒരുപോലെ വിലയിരുത്തുന്നത്. അടുത്ത മാസമായ ജൂലൈയിൽ തന്നെ ഇംഗ്ലീഷ് പതിപ്പ് വിപണിയിൽ എത്തിക്കാനാണ് ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ നടക്കുന്നത്.